السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 357. പെരുന്നാൾ സുദിനത്തിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു പുണ്യകർമ്മമാണ് പെരുന്നാൾ നിസ്കാരം. ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും അന്നേ ദിവസം 2 റക്അത്ത് നിസ്കരിക്കൽ മുഅക്കദായ സുന്നത്താണ്. പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം എന്ന കരുത്തിൽ അത് നിർവഹിക്കപ്പെടണം. പെരുന്നാൾ നിസ്കാരം വാജിബാകുന്നില്ല, ഫർളാകുന്നില്ല. ഫർള് ഐനോ ഫർള് കിഫായയോ ആയിട്ടുള്ള അമലല്ല, മറിച്ച് സ്വലാത്തുൽ ഈദൈനി ഹിയ സുന്നത്തുൻ മുഅക്കദ. അതൊരു സുന്നത്തായ കർമ്മമാണ്. എന്നാൽ സാധാരണ സുന്നത്തല്ല, വളരെയേറെ ശക്തമായ വലിയ പ്രതിഫലാർഹമായ ഒരു സുന്നത്താണ് പെരുന്നാൾ നിസ്കാരം. ലിഖൗലി അക്സറിൽ മുഫസ്സിരീന ഫീ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, സൂറത്തുൽ കൗസറിലെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് നിസ്കരിക്കുക എന്ന പരാമർശം അത് അന്നൽ മുറാദ സ്വലാത്തുൽ ഈദി, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം എന്ന നിർദ്ദേശമാണ് എന്ന് അധിക മുഫസ്സിറുകളും വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു നിസ്കാരമാണ്, ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. മാത്രമല്ല വലി മുവാദബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹാ, പെരുന്നാൾ നിസ്കാരം എന്തായാലും നിർവഹിക്കണം, അത് മുഅക്കദായ സുന്നത്താണ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ ദിനങ്ങളിൽ പതിവായി പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചത് ചെറിയ പെരുന്നാളിൻ്റെ അന്നാണ്. അഥവാ ഹിജ്റ 2-ാം വർഷം ശഅബാനിൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുകയും അങ്ങനെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും തുടർന്നു വന്ന ഈദുൽ ഫിത്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. പിന്നീട് തുടർന്നുള്ള പെരുന്നാൾ സുദിനങ്ങളിലെല്ലാം അവിടുന്ന് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഈ നിസ്കാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സുന്നത്താണ്. വതുശ്റഉ ജമാഅത്തൻ എന്നു മാത്രമല്ല, ഇത് ജമാഅത്തായാണ് നിർവഹിക്കേണ്ടത്. ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുള്ള സുന്നത്തു നിസ്കാരമാണ് പെരുന്നാൾ സുന്നത്തു നിസ്കാരം. അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. പക്ഷേ ജമാഅത്തിൻ്റെ പേരും പറഞ്ഞ് സ്ത്രീകൾ വീട് വിട്ടിറങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത്. അത് ഒറ്റക്കാണെങ്കിലും ജമാഅത്തായാണെങ്കിലും അവരുടെ നിസ്കാരത്തിൻ്റെ ഇടം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കണം. വീട്ടിലൊന്നിലധികം സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തായി നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടാകുമല്ലോ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ ചെന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന രീതിയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. എന്നാൽ ഇല്ലാലി ഹാജിൻ ബി മിന, മിനയിൽ കഴിയുന്ന ഹാജിക്ക് പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തില്ല. എന്നു മാത്രമല്ല ഫ ഇന്നൽ അഫ്ളല ലഹു സ്വലാത്തുൽ ഈദിൻ ഹരിഫ്റാദ, മിനയിലുള്ള ഹാജിക്ക് വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളൽ. കാരണം ലികസ്റത്തി മാ അലൈഹി മിനൽ അശ്വാലി ഫീ ദാലിക്കൽ യൗം, ഹാജിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ഒട്ടനവധി ശുഗലുകളുണ്ട്. അതുകൊണ്ട് ഹാജി ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല,
ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളൽ എന്നുകൂടി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെയും ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.